ശരീരത്തിൽ ജീവന്റെ തുടിപ്പായി നാം രൂപപ്പെട്ട നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ബോധമനസ്സിൽ, ഉപബോധ മനസ്സിൽ, അബോധ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ആന്തരിക മുറിവുകളും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് സൗഖ്യം സ്വീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മെ തന്നെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കാം. അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ രക്തത്താൽ നിനക്ക് വിടുതലുണ്ട്. എല്ലാ മുറിവുകളെയും യേശുനാഥന്റെ കാൽപാദത്തിങ്കിലേക്ക് സമർപ്പിച്ചാൽ നമ്മുടെ മുറിവുകളിൽ നിന്ന് നമ്മെ അവൻ സുഖപ്പെടുത്തും. പുതിയൊരു സ്വഭാവമുള്ള വ്യക്തിയായി, പുതിയൊരു വ്യക്തിത്വത്തിനുടമയായി നമ്മെ തമ്പുരാൻ രൂപാന്തരപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരിക സൗഖ്യം നൽകുവാൻ യേശുവേ കടന്നു വരണമേ. മരണമല്ലേ ഭേദമെന്നു കരുതിടും
പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തവനായ ദൈവം ഈ നിമിഷങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും സുഖപ്പെടുത്തുവാൻ കടന്നു വരികയാണ്. അമ്മയുടെ ഉദരത്തിൽ നാം രൂപപ്പെട്ട നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ കുമിഞ്ഞുകൂടി നിൽക്കുന്ന മുറിവുകൾ എല്ലാം തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. മുറിവുണക്കുന്ന തൈലമായവൻ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരികയാണ്. മകനെ, മകളെ, ഈ നിമിഷം ഒന്ന് സമർപ്പിക്കാമോ? ആയിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ഇരുന്നു കൊണ്ട് യേശുവേ, അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ദാഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ മുറിവേറ്റ മനസ്സിലേക്ക്, കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ മുറിവേറ്റ ജീവിതാനുഭവങ്ങളിലേക്ക് യേശുവേ കടന്നു വരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിൻ്റെ സ്നേഹമൊഴുകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹമൊഴുകട്ടെ, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഒഴുകട്ടെ, ആന്തരിക സൗഖ്യമായി ഒഴുകട്ടെ. അമ്മ തന്നുദര് മുറിവേറ്റവൻ ഞാൻ, ആ സ്നേഹമാവോളം നുകരാത്തവൻ ഞാൻ. അമ്മ തന്നുദര് മുറിവേറ്റവൾ ഞാൻ, ആ സ്നേഹമാവോളം നുകരാത്തവൾ ഞാൻ. മകനേ എന്നൊരു വിളി ഞാൻ കൊതിച്ചു, എന്നെയാർക്കും വേണ്ടൻ തമ്പുരാനേ. മകളേ എന്നൊരു വിളി ഞാൻ കൊതിച്ചു, എന്നെയാർക്കും വേണ്ടൻ തമ്പുരാനേ. യേശുവേ, നിൻ മുൻപിൽ നിന്നു ഞാൻ
38 വർഷം തളർവാദ രോഗിയായി ബത്സൈദ കുളത്തിന്റെ കടവിൽ ഒരുവൻ കിടക്കുന്നുണ്ടായിരുന്നു. അവനെ തേടി യേശു കടന്നു വരികയാണ്. സൗഖ്യത്തിന്റെ കുളത്തിന്റെ കടവിലാണ് അവൻ കിടക്കുന്നത് എങ്കിലും അവന് സൗഖ്യമില്ലായിരുന്നു. അതേ സൗഖ്യമില്ലാതെ കിടന്നിരുന്ന ആ മനുഷ്യനെ തേടി യേശു കടന്നു വന്ന് അവനോട് ചോദിച്ചു, സുഖമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. മകനെ, മകളെ, നിന്റെ അരികിലേക്കും ഇപ്പോൾ കടന്നു വരുന്ന തമ്പുരാൻ നിന്നെ നോക്കി ചോദിക്കുന്നുണ്ട്, സുഖമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. മനസ്സുണ്ട് എങ്കിൽ, നിന്റെ മനസ്സ് ദൈവസന്നിധിയിൽ തുറക്കുന്നു എങ്കിൽ, ആഗ്രഹത്തോടെ തുറക്കുന്നു എങ്കിൽ, ഒറ്റ സ്പർശനം മതി നിന്റെ തമ്പുരാന് നിന്നെ സുഖപ്പെടുത്തുവാനെന്ന് തിരിച്ചറിയുക. ആ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ആരുമില്ല എന്നതായിരുന്നു അവന്റെ മനസ്സിന്റെ നൊമ്പരം. മകനെ, മകളെ, നിന്റെ മനസ്സിന്റെ നൊമ്പരവും അത് തന്നെയല്ലേ? ആരുമില്ല എന്ന തോന്നൽ ജീവിതത്തിൽ എത്രയോ വട്ടം മനസ്സുകൊണ്ട് നീ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് നിനക്ക്, പക്ഷേ ആരുമില്ലാത്ത അവസ്ഥ. ജീവിതത്തിലേറെ വട്ടം ഒറ്റപ്പെടൽ അനുഭവിച്ചില്ലേ നീ? ഒരിറ്റാശ്വാസത്തിന്റെ വാക്ക് പ്രതീക്ഷിച്ച് ആരെയൊക്കെ നീ സമീപിച്ചു. അവരിൽ നിന്നെല്ലാം സാന്ത്വനത്തിന് പകരം മുറിവുകൾ മാത്രം നിനക്ക് ലഭിച്ചു. നിന്റെ മനസ്സ് തകർന്നു പോയി. നീ നിരാശയുടെ അടിമയായിപ്പോയി. രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരുകൊണ്ട് തലയിണ നനച്ചില്ലേ? ഉള്ളിന്റെ നൊമ്പരം ആരോടും പങ്കുവെക്കാനാകാതെ രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരുകൊണ്ട് നീ കഴിച്ചു കൂട്ടിയില്ലേ? ആ സമയമെല്ലാം നിന്റെ തൊട്ടരികിലൊരു നാഥനുണ്ടായിരുന്നു. നിന്നോട് ചേർന്നൊരു യേശു ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം നീ അറിഞ്ഞില്ലല്ലോ. ആ സാന്നിധ്യം നീ അറിഞ്ഞില്ലല്ലോ. എന്നാൽ ഇപ്പോൾ നീ അറിയുക. ഇപ്പോൾ നിന്റെ അരികെ തമ്പുരാനുണ്ട്. യേശുവിന്റെ സ്നേഹമുണ്ട്. അവന്റെ കരുതലിന്റെ സാമീപ്യമുണ്ട്. ആരുമില്ലാത്ത നിന്റെ നൊമ്പരങ്ങളെല്ലാം നാഥന്റെ കാൽപാദത്തിൽ കണ്ണുനീരായി നീ ഒന്ന് അർപ്പിച്ചാൽ നിന്നെ മാറോട് ചേർക്കുന്ന നാഥൻ ഇതാ നിന്റെ അരികിൽ നിൽക്കുന്നു. ആരുമില്ലാതെ ഏകനായി ഞാൻ നടന്നപ്പോൾ സ്നേഹത്തിനായി ഞാൻ കൊതിച്ചു. സ്നേഹിതരെ തേടി അലഞ്ഞു. ആരുമില്ലാതെ ഏകയായി ഞാൻ നടന്നപ്പോൾ സ്നേഹത്തിനായി ഞാൻ കൊതിച്ചു. സ്നേഹിതരെ തേടി അലഞ്ഞു. യേശുവേ, നിൻ മുന്നിൽ നിന്നു ഞാൻ കേണിടുന്നു. യേശുവേ, നൽകണേ നിൻ സ്നേഹ സാന്ത്വനം. ഒരിറ്റ സാന്ത്വനത്തിനായി നാഥന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കാമോ?
എത്രയോ അസ്വസ്ഥതകൾ നിന്റെ മനസ്സിനെ ഭരിക്കുന്നുണ്ട്. ഉള്ളു മുഴുവൻ ഉത്കണ്ഠയും ആകുലതയുമല്ലേ? എന്തിനെയൊക്കെ ഓർത്താണ് മകളെ നിന്റെ മനസ്സ് അസ്വസ്ഥതപ്പെടുന്നത്? ജീവിത പങ്കാളിയുടെ സ്വഭാവങ്ങളെ ഓർത്തോ? മക്കളെ ഓർത്തോ? അതോ ജോലിയിലെ പ്രതിസന്ധിയെ ഓർത്തോ? അതോ ജീവിതത്തിൽ അനുദിനം വളരുന്ന പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഓർത്തോ? ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗത്തെ ഓർത്തോ? ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. ഒന്നിനെയും ഓർത്താകുലപ്പെടരുത്. നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ തമ്പുരാൻ തയ്യാറാണ് എന്ന് തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിന്റെ സർവ്വ ദുഃഖങ്ങളും അവൻ ഏറ്റെടുത്താൽ നീ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ് എന്ന് തിരിച്ചറിയുക. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നിന്റെ മനസ്സനുഭവിക്കുമ്പോൾ നീ സൗഖ്യമുള്ളവനായി മാറി എന്ന് തിരിച്ചറിയുക. അതെ, സർവ്വ ദുഃഖങ്ങളും നാഥന്റെ കരങ്ങളിലേക്ക് അർപ്പണം ചെയ്താൽ ഈ നിമിഷം നിനക്ക് ആന്തരിക സൗഖ്യമാണ്. നിന്റെ മനസ്സ് സമ്പൂർണമായ സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. യേശുവേ, സൗഖ്യദാതാവേ, എന്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ അർപ്പിക്കുന്നു. സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ നാഥ, എന്നിലേക്ക് എഴുന്നള്ളണമേ. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാ വരണമേ, നാഥാ വരണമേ, സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാമോ? നാഥാ വരണമേ, നാഥാ വരണമേ, സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ. നാഥാ എന്നുള്ളു തുറന്നൊന്ന് വിളിച്ച് നാഥാ വരണമേ, സൗഖ്യം തരണമേ. 1 കൊരിന്ത്യർ 3:16 ഇപ്രകാരം അരുൾ ചെയ്യുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. എന്നാൽ ഇന്ന് ആ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ മുറിവുകളാണ്. ദൈവത്തിന്റെ ആലയമായി ഈ ശരീരത്തെ കർത്താവ് ഇന്ന് വിശുദ്ധീകരിക്കുവാൻ പോവുകയാണ്. മനസ്സിന്റെ എല്ലാ നൊമ്പരങ്ങളും മുറിവുകളും നമ്മുടെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റി ആന്തരിക സൗഖ്യത്തിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ താൻ നയിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുന്ന് എന്നിൽ നിറയണമേ. എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ആലയമാക്കി മാറ്റണമേ. എൻ്റെ ആത്മശരീര മനസ്സുകളെ അങ്ങേ ആലയം പോലെ പരിശുദ്ധമാക്കി തീർക്കണമേ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ആലയമായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ.
ദൈവത്തിനാലയം ദൈവാലയം ദൈവത്തിനാലയം പരിശുദ്ധം ദൈവത്തിനാലയം ദൈവാലയം ദൈവത്തിനാലയം പരിശുദ്ധം ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ ഭവനം ഞാനല്ലോ ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ ഭവനം ഞാനല്ലോ പിതാവെന്നിൽ വാഴുന്നു യേശു എന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയ പിതാവെന്നിൽ വാഴുന്നു യേശു എന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയ എൻ ശരീരം യേശുവിൻ ശരീരം എൻ ശരീരം തിരുശരീരം എൻ ശരീരം യേശുവിൻ ശരീരം എൻ ശരീരം തിരുശരീരം യേശുവിൻ കരത്താൽ വിലയപ്പെട്ടവൻ ഞാൻ യേശുവിൻ രക്തത്താൽ വാങ്ങപ്പെട്ടവൻ ഞാൻ യേശുവിൻ കരത്താൽ വിലയപ്പെട്ടവൾ ഞാൻ യേശുവിൻ രക്തത്താൽ വാങ്ങപ്പെട്ടവൾ ഞാൻ പിതാവെന്നിൽ വാഴുന്നു യേശു എന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയ പിതാവെന്നിൽ വാഴുന്നു യേശു എന്നിൽ വാഴുന്നു ആത്മാവെന്നിൽ വാഴുന്നു ഹല്ലേലൂയ എന്നിൽ വസിപ്പവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം എന്നിൽ വസിപ്പവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം ദൈവത്തിനാലയം അശുദ്ധമാക്കരുതേ
വിശ്വാസത്തോടെ പാടാം.